ശ്രീ എൻ ശ്രീകുമാർ, കഴിഞ്ഞ 3 ദിവസമായി നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. 3 ദിവസം അങ്ങ് തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗം പറയാൻ എത്തിയിട്ടുള്ളത്. ഇന്ന് നോക്കൂ, സമാനതയില്ലാത്ത കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം രാഹുൽ മാങ്കുട്ടത്തിൽ എന്നൊരു നേതാവ് ഇനി MLA ആയി തുടരേണ്ടതില്ല എന്ന അഭിപ്രായം പറയുന്നു. വനിതാ നേതാക്കളാകട്ടെ രാഷ്ട്രീയത്തിൽ തന്നെ ഇങ്ങനെ ഒരാൾ വേണ്ട എന്ന് പറയുന്നു. ഇത്രത്തോളം ഐക്യത്തോടെ നേതാക്കൾ ഒരുമിച്ച് ഇതിനു മുമ്പ് പറയുന്ന ഒരു സന്ദർഭമുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഓർമ്മയിലില്ല. അങ്ങേക്കുണ്ടെങ്കിൽ പറയാം. എന്നിട്ടും അതിന്മേൽ തീരുമാനം വൈകുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ സ്മൃതി, സംഘടനയാണ് വലുത് എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളെല്ലാം ഒന്നിച്ചു പറയുന്നത്. അതിൽ പുരുഷ നേതാവെന്നോ വനിതാ നേതാവെന്നോ കോൺഗ്രസിലൊരു വേർതിരിവില്ല. കാരണം കോൺഗ്രസ് അധ്യക്ഷ തന്നെ ദീർഘകാലം വനിതയായിരുന്നല്ലോ സോണിയാഗാന്ധി, പിന്നെ അതിനു മുമ്പ് ഇന്ദിരാഗാന്ധി. അപ്പൊ അതുകൊണ്ട് ആ ഒരു വേർതിരിവൊന്നുമില്ല. പക്ഷേ ഇവിടെ രണ്ടായിട്ടും നമ്മൾ എപ്പോഴും കാണണമെന്ന് ഞാൻ പറയാറുണ്ട് ഈ വിഷയം. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്ക് നേരിടേണ്ടി വന്ന അധിക്ഷേപങ്ങൾ, ആരോപണങ്ങൾ. രണ്ടാമത്തത് കോൺഗ്രസ് എന്ന സംഘടന. ഇതില് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായി നേരിടുന്ന കാര്യങ്ങൾ അദ്ദേഹം തന്നെ നേരിടണം. അതിന് പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വവുമില്ല. രണ്ടാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അവന്തിക എന്നുള്ള ആ ഒരു സുഹൃത്തിന്റെ അയച്ച വീഡിയോ കേൾപ്പിച്ചുവല്ലോ. അപ്പൊ പിന്നീട് അതിലെ BJP ഒരു നേതാവ് രംഗത്ത് വന്ന് അത് എന്നോട് ചോദിച്ചിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അവന്തിക തന്നെ താൻ ഒരു BJP-കാരിയാണെന്ന് റിപ്പോർട്ടർ ചാനലിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തില് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ആരോപണങ്ങൾ അദ്ദേഹം തന്നെ പരിഹരിക്കട്ടെ, നേരിടട്ടെ. അതൊരു വിഷയം, അത് വേറൊരു വിഷയമാണ്. പക്ഷെ എന്റെ മുമ്പിലുള്ളത് സംഘടനാപരമായ കാര്യങ്ങളാണ്. കാരണം കോൺഗ്രസിന് ഒരു ക്ഷീണം സംഭവിച്ചു. ഞാൻ ആദ്യമേ മുതൽ പറഞ്ഞാണ്, ആ ക്ഷീണം മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ ഒരാൾ പോലും എതിരഭിപ്രായത്തിലില്ല. നിങ്ങൾ ആകപ്പാടെ പറഞ്ഞത് ഷാഫി പറമ്പിൽ മാത്രം മാങ്കൂട്ടത്തിനൊപ്പം വന്നാണ്. ഷാഫി പറമ്പിൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചിട്ടില്ല, പക്ഷെ തള്ളി പറഞ്ഞില്ല. അതിന്റെ പ്രധാന കാരണം ഇന്നലെ തന്നെ പറഞ്ഞ അവരുടെ സൗഹൃദ ബന്ധമാണ്. കാരണം ഇദ്ദേഹം തെറ്റുകാരനാണെന്ന് വിധിക്കാത്രത്തോളം കാലം അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇതില് കോൺഗ്രസിന്റെ തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് ഞാൻ ധരിച്ചത്. പക്ഷെ എന്തായാലും ഉണ്ടാകുമെന്നുള്ള ഒരു ധ്വനി നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. ഈ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എന്നാണ് സണ്ണി കാര്യമുള്ളൂ. ജോസഫ് പറഞ്ഞത്. അത് KC വേണുഗോപാലാകട്ടെ നടപടി ഉണ്ടാകുമെന്ന സൂചന നൽകിക്കൊണ്ട് പ്രതികരണവും നടത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും കാര്യങ്ങൾ വൈകുന്നതിൽ ഉള്ള കാരണം എന്താണ് എന്ന് അങ്ങേക്ക് മനസ്സിലായോ? അല്ല, ഇതൊരു രാഷ്ട്രീയ സംഘടനയല്ലേ. അപ്പൊ ആ നിലയ്ക്ക് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യണമല്ലോ. നമ്മൾ ഇന്നലെ തന്നെ സംസാരിച്ച പോലെ പാലക്കാട് പീരുമേട് ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങള്, ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെങ്കിൽ അതിനോട് CPM-ന്റെയും BJP-യുടെയും ഉണ്ടാകാവുന്ന പ്രതികരണങ്ങൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോൾ ഒരുപാട് നോക്കൂ സ്മൃതി, ഇതിൽ അടിസ്ഥാനപരമായ കാര്യം എന്താണ്? രാഷ്ട്രീയമല്ലേ, ഒരു സംഘടനയുടെ ഭാവിയല്ലേ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-ന് നേതൃത്വം നൽകുന്ന ഒന്നാമത്തെ കക്ഷി എന്ന നിലയ്ക്ക് അടുത്ത ഭരണം കൈകളിലേക്ക് വരുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഈ ഉപതെരഞ്ഞെടുപ്പുകളും അതുപോലെ ഇവിടുത്തെ ജനങ്ങളുടെ ചില പ്രതികരണങ്ങളും. അതിന്റെ അടിസ്ഥാനത്തിലല്ലേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു വ്യക്തിയെ പെട്ടെന്നെടുത്ത് പുറത്തിടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ആ പെട്ടെന്നെടുത്ത് പുറത്തിട്ട ശേഷം ആ പുറത്തിടുന്നതിൽ സന്തോഷിക്കുന്നവരുടെ സന്തോഷം മാത്രമേ നമ്മൾ കാണുള്ളൂ. പക്ഷെ പാർട്ടി നേരിടേണ്ടി വരുന്ന പിന്നീടുള്ള പ്രതിസന്ധിയെ കുറിച്ച് പാർട്ടിക്കല്ലേ പറയാൻ പറ്റുള്ളൂ. ആ പ്രതിസന്ധിയിൽ മറ്റുള്ളവർക്ക് യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. ഇപ്പൊ മാധ്യമങ്ങളാണെങ്കിലും അതുപോലെ വിമർശകരാണെങ്കിലും CPM BJP ഉള്ള കക്ഷികളാണെങ്കിലും കോൺഗ്രസ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന ആഹ്ലാദം ഒന്ന് വേറെയാണ്. പക്ഷെ അതിനുശേഷം പാർട്ടി എന്ത് ചെയ്യുമെന്നുള്ള ചിന്ത പാർട്ടിക്കാർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിലൊരു ശങ്ക ഉണ്ടാകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഒരു നടപടി ഉറപ്പാണ്. ആ നടപടി എന്ന് പറഞ്ഞാൽ സംഘടനയ്ക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ്. അങ്ങനെ പ്രാമുഖ്യം നൽകുമ്പോൾ അതില് ഓരോരുത്തരും അവരവരുടേതായ എന്തെങ്കിലും അഭിപ്രായങ്ങളോ അഭിപ്രായ ഭിന്നതകളോ ഒക്കെ പറഞ്ഞതിരിക്കും. പക്ഷേ നോക്കൂ, 2 ദിവസമായിട്ട് പ്രത്യേകിച്ച് ഇന്ന് CPM-ന്റെ വനിതാ നേതാക്കൾ രംഗത്ത് വന്നത് സ്മൃതി കണ്ടുവല്ലോ. സ്മൃതി തന്നെ അതില് ഒരാളെ ഇന്റർവ്യൂ ചെയ്തു, ശൈലജ ടീച്ചറെ. പക്ഷെ ഞാൻ സ്മൃതിയുടെ ഭാഗത്തു നിന്നും അവരോടൊരു ചോദ്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു, നിങ്ങളുടെ കാലത്തുള്ള ചില സംഭവങ്ങളെ കുറിച്ച്. പക്ഷെ സ്മൃതി അത് ചോദിച്ചതായിട്ട് ഞാൻ കേട്ടില്ല. ചോദിച്ചിരുന്നുവെങ്കിൽ അവരുടെ ഉത്തരം എന്താകുമായിരുന്നു എന്ന് ഞാനൊന്ന് രസാവഹമായി ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ എന്തായാലും ആ ചോദ്യമോ പ്രതികരണമോ ഉണ്ടായില്ല. അത് അവരെന്താണ് പറയുന്നത്? കാരണമുണ്ട്. അത് ആ ചോദ്യം ഒരുപാട് തവണ CPM-ലെ നേതാക്കളോട് ചോദിച്ചു കഴിഞ്ഞതാണ്. രണ്ടാമത്തെ കാര്യം, സമാനതകളില്ലാത്ത കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് എന്ന വിലയിരുത്തൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ നടത്തുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന മുകേഷിന്റെ കേസായാലും
അപ്പുറത്ത് മുകേഷിന്റെ കേസ് പറയുമ്പോൾ വിൻസെന്റ് ഉണ്ടല്ലോ എന്ന് പറയാം, എൽദോസ് കുന്നപ്പള്ളി ഉണ്ടല്ലോ എന്ന് തിരിച്ചു പറയാം. അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകേണ്ട വിഷയമാണോ ഇത്? നമ്മൾ ഈ വിഷയത്തെ വേറെ തന്നെ സമീപിക്കുന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞ സ്ഥിതിക്കാണ് ആ ചോദ്യം ഒഴിവാക്കിയത്. അല്ല, അതല്ല. ചില ചോദ്യങ്ങൾക്ക് എന്നും പ്രസക്തി ഉണ്ടാവും. ചില ചോദ്യങ്ങൾക്ക്, ചില അഭിപ്രായങ്ങൾക്ക് എന്നും പ്രസക്തി ഉണ്ടാവും. അതൊരിക്കലും ആ കാലഹരണപ്പെട്ടു പോകുന്നില്ല. കാരണം രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നും ഉണ്ടല്ലോ. കാരണം ചില കാര്യങ്ങൾ ആ പാർട്ടി ചെയ്തത് എന്താണ് എന്ന് ചോദിക്കുന്നത് അതൊരു പ്രതിരോധമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷെ ആ രണ്ട് വനിതാ നേതാക്കൾ അവർ എന്താ പറഞ്ഞത്? ഇന്ന് വന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. അവർ രാജിവെക്കണം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? രാജി ഉണ്ടാകുമെന്നുള്ള സൂചന അവർക്ക് കിട്ടിയത് കൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടാണ് രാജിവെച്ചതെന്ന് ഒരു മെയിൻ നടിക്കാനായിരിക്കാം ഒരു പക്ഷെ ഇന്ന് വന്ന് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയത്. നോക്കൂ, ഇന്നലെ വരെ അവരുടെ നേതാക്കളെ കുറിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ്? അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും അവർ പറയുന്നില്ല. പറയണമെന്നില്ല, കാരണം അതും രാഷ്ട്രീയമാണല്ലോ, പറയണമെന്നില്ല. പക്ഷെ അവർക്കത് പറയാനുള്ള അവകാശവും അധികാരവും ഇല്ല എന്ന് കോൺഗ്രസ് പറയുമ്പോൾ അത് വേറൊരാളെ, രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കാനാണെന്നുള്ള ചിന്തയിലേക്ക് വരരുത്. ഇവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യം സ്മൃതി ചോദിച്ചിട്ടുണ്ട്, എന്താണ് വൈകുന്നതെന്ന്. ഈ വൈകലിന് ഒരു ഉത്തരം കോൺഗ്രസിന്റെ കയ്യിലുണ്ട്. കാരണം കോൺഗ്രസിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത പാർട്ടിയല്ലല്ലോ. ചടുലമായ തീരുമാനം ഒന്നാമത്തെ ദിവസം തന്നെ എടുത്ത പാർട്ടിയാണ്. പിന്നെയുള്ളത് ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഒരു MLA തിരഞ്ഞെടുത്തത് ആ മണ്ഡലത്തിലുള്ള UDF അനുകൂലികളും വിശ്വാസികളുമാണ്. അതുകൊണ്ട് കോൺഗ്രസിന് മാത്രമേ, UDFന് മാത്രമേ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരവും അവകാശവും ഉള്ളൂ എന്നുള്ളതും ഞാൻ ആവർത്തിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ചില കാര്യങ്ങളിൽ കുറച്ച് സാവകാശം എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് BJP ദേശീയ തലത്തിൽ പോലും രാഹുൽ ഗാന്ധിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ചിത്രം വെച്ച് പ്രചരണം നടത്തുന്ന ഘട്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് തീരുമാനം എന്തായാലും BJPയുടെയും CPMന്റെയും വായടപ്പിക്കുന്ന ഒരു തീരുമാനമാകണം. ആ വായടപ്പിക്കുന്ന തീരുമാനത്തിനായിട്ട് കുറച്ച് ക്ഷമിക്കേണ്ടി വരും. അങ്ങനെ ക്ഷമിച്ച ശേഷം പുറത്തേക്ക് വരുന്ന ഉത്തരത്തിന് 10 മടങ്ങ് പ്രഹരശേഷി ഉണ്ടാകും. ആ പ്രഹരശേഷി ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് അല്പസാവകാശം, ഏറി വന്ന മണിക്കൂറുകളുടെ മാത്രം വ്യത്യാസം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി. Debate with Smriti Parathikkad.